ഹലോ എല്ലാവർക്കും നമസ്കാരം, അസ്സലാമു അലൈക്കും. എന്തായാലും റെഡ് ബെൽ യൂസ്ഡ് കാർസ് എന്ന് 100 ഒരുപാട് കാലത്തിന് ശേഷം നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോയിലേക്ക് രംഗത്ത് വന്നതാണ്. ഒരുപാട് ഇനോവകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ, ടയോട്ടയുടെ വണ്ടികൾ. പിന്നെ ഇപ്പോൾ നമ്മളെ പറ്റി അറിയുന്നവർക്ക് അറിയാം, ടയോട്ടയുടെ വണ്ടികൾ നമ്മൾ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഏത് വണ്ടിയാണെങ്കിലും നമ്മളടുത്തേക്ക് നിങ്ങൾക്ക് വരാം, വിളിക്കാം, ബന്ധപ്പെടാം. എന്തായാലും നമ്മൾ ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് കേരള വണ്ടികൾ, ഒരു 12ഓളം ഇനോവ കേരള വണ്ടി മാത്രം കേട്ടോ, അതായത് റീവണ്ടി അല്ല, ഒറിജിനൽ കേരള വണ്ടികൾ. ഒരു 12ഓളം വണ്ടികൾ ഇപ്പോൾ റെഡി സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ട്, അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവരെന്ത് ചെയ്യുക, മാക്സിമം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും വാട്സപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വളരെ നല്ല രീതിയിൽ നമ്മളായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. എന്തായാലും നമുക്ക് എന്ത് ചെയ്യുക, ഒരുപാട് വണ്ടികളുണ്ട്. കേരള വണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. റീവണ്ടി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിനൊരു ഒഴിവും സമയം കിട്ടുമ്പോഴാണല്ലോ ഇപ്പോൾ നമ്മൾ ചെയ്യുള്ളൂ. പിന്നെ മെയിനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഒരു ചാനൽ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നമ്മളെ പുതിയ സ്വന്തം റെഡ് ബെൽ യൂസ്ഡ് കാർസിൻ്റെ സ്വന്തം ചാനലാണ്. അപ്പോൾ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവരും എന്ത് ചെയ്താൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് 2012 ഒറിജിനൽ കേരള വണ്ടികളെ ഉള്ളൂ. ഈ വീഡിയോയിൽ നമ്മളൊരു 12 വണ്ടിങ്ങൾക്ക് കാണിക്കുന്നത് 12 ഒറിജിനൽ കേരള വണ്ടികളാണ്. 2012 വി ഓപ്ഷൻ വരുന്ന തേർഡ് ഓണർ വണ്ടി. കറക്റ്റ് 2,60,000 അമാന ടയോട്ട സർവീസ് ഹിസ്റ്ററിയുള്ള 2,60,000 പ്രോപ്പർ സർവീസുള്ള വണ്ടി. മേജറായിട്ടും മൈനറായിട്ടും ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരൊറ്റ ബോണറ്റ് മാത്രം ടയോട്ട ഷോറൂമിൽ തന്നെ റീപ്ലേസ് ചെയ്തതാണ്. 8 സീറ്റ് വണ്ടിയാണ്. അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, 4 ടയർ പുതിയതാണ്, നല്ല പുത്തൻ 4 ടയർ ഉണ്ട്. പിന്നെ നല്ല സൂപ്പർ സീറ്റ് കവർ. പിന്നെ ഇപ്പോൾ ആൻഡ്രോയിഡ് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇതിനകത്ത് കമ്പനി ബി വണ്ടി ആയതുകൊണ്ട് ബാക്ക് സ്കേർട്ട് എല്ലാ ഭാഗങ്ങളും 99% നീറ്റ് ആൻഡ് ക്വാളിറ്റി ക്ലീൻ വണ്ടി. 2012 വി ഓപ്ഷൻ വരുന്ന വണ്ടിയാണിത്. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 2012 വി ഓപ്ഷൻ വണ്ടി നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 8,50,000 രൂപ. ഒരു ന്യായമായ വില, എന്തെങ്കിലും കുറച്ച് നമുക്ക് കൊടുക്കാം. ഒരുപാട് കുറച്ചുങ്ങൾ ചോദിക്കരുത്. കേരള വണ്ടി ആയതുകൊണ്ട് വണ്ടി ഞാൻ പറഞ്ഞില്ല, വരുന്ന ആളുകൾ ടയോട്ടയിൽ സർവീസ് ഹിസ്റ്ററിയും റെക്കോർഡും നോക്കിയിട്ട് വണ്ടിയുടെ നമ്പർ അടക്കം മൂടി വെച്ചുകൊണ്ടുള്ളൊരു കച്ചവടം നമ്മളെ കയ്യിലില്ല. എന്തായാലും 12 വി വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് തന്നെ പറയാം. 8,50,000 രൂപ നെറ്റ് പ്രൈസാണ്. ചെറിയ എന്തെങ്കിലും നമ്മളൊരാൾ വരുമ്പോൾ എന്തെങ്കിലും ഒരു ചായൻ്റെ പൈസ നമ്മൾ കുറച്ച് കൊടുക്കണമല്ലോ, ആ ലെവലിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇനി അടുത്ത അതുപോലെ തന്നെ KL 57 ആദ്യത്തെ വണ്ടി നമ്മൾ KL 7 എറണാകുളം രജിസ്ട്രേഷനാണ്. ഈ വണ്ടി ഇതാ KL 57 കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി റീരജിസ്ട്രേഷൻ എന്ന ഓർമ്മയിൽ വരുള്ളൂ, നമ്മളെ പാട്ടാതായതുകൊണ്ട്. എന്നാലും 2013 ഒറിജിനൽ കേരള വി വണ്ടി, അതും 1,70,000 കിലോമീറ്റർ ഓടിയ സിൽക്കി ഗോൾഡ് വണ്ടി. 1,70 ഓടിയ സിംഗിൾ ഓണർ വണ്ടി. പുതിയ 9 ലക്ഷം രൂപ IDVയിൽ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് അടക്കം റെഡിയിൽ എടുത്ത വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി. ഇതിപ്പോൾ നമ്മൾ അഡീഷണൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബാക്ക് സ്കേർട്ട്, നല്ല സൂപ്പർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സ്ക്രാച്ചസ് പോലും വരുന്ന ഒരു കസ്റ്റമേഴ്സിന് ഇതുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് പറയാനില്ല കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതാ, ഒരു റീപ്ലേസും 0 ക്ലെയിം. അതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പോസിറ്റീവ്. വരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുക, ഹിസ്റ്ററി നോക്കുക, ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യുക, എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുക. നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 2013 അപേക്ഷിച്ച് ഹൈ ക്വാളിറ്റി വണ്ടി. ഇതിൻ്റെ സുഹൃത്തുക്കളെ, നമ്മളിതിൻ്റെ വില ആവശ്യപ്പെടുന്ന ഞാൻ പറഞ്ഞല്ലോ, 2013 വി വണ്ടിക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-10.5 എല്ലാവരും ചോദിക്കുക. നമുക്കൊരു മാക്സിമം കുറച്ച് 10 ലക്ഷം റുപ്യൻ്റെ ഉള്ളിൽ 9,90,000 രൂപയ്ക്ക് 2013 1,70 ഓടിയ സിംഗിൾ ഓണർ വണ്ടി കൊടുക്കുക. വെറും 9,90,000 രൂപയ്ക്ക് സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇത് 2015 വി വണ്ടിയാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്, പ്രോപ്പർ സർവീസുള്ള 0 ക്ലെയിം വണ്ടി. കോഫി ബ്രൗൺ കളർ, നല്ലൊരു ലിമിറ്റഡ് എഡിഷൻ കളർ എന്ന് തന്നെ പറയാം. പിന്നെ ഇപ്പോൾ 15 ആകുമ്പോൾ ഡയമണ്ട് കട്ട് വീലും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നതാണ്. അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ല, ഫീച്ചേഴ്സ് ഇപ്പോൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും നല്ല സൂപ്പർ സീറ്റ് കവർ, കമ്പനി സീറ്റ് എന്തായാലും വരൂല. അപ്പോൾ നല്ല സൂപ്പർ സീറ്റ് കവറും കാര്യങ്ങളും. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഞാൻ പറഞ്ഞില്ലേ, കേരള വണ്ടി എന്ന ആഗ്രഹമുള്ളവർക്ക്, ചില ആളുകൾക്കുണ്ട് റീവണ്ടി പറ്റൂല, അത് സർവീസ് റെഡി ആവില്ല, അല്ലെങ്കിൽ കിലോമീറ്റർ ജെന്യൂൻ ആവില്ല എന്നുള്ള അഭിപ്രായങ്ങളും പരാതികളൊക്കെ ഉള്ള ആളുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ജാതി വണ്ടികൾ ഇതൊക്കെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ഒരാൾ വന്നാൽ റെഡിയിൽ ഡെലിവറി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കി ഇങ്ങനെ നിർത്തി നിൽക്കുകയാണ്. ഒരു ഫിക്സഡ് പ്രൈസ് ആയിട്ട് തന്നെ നമുക്കിതിന് പറയാം. 15 സെക്കൻഡ് ഓണർ, 2 ലക്ഷം കിലോമീറ്റർ, പ്രോപ്പർ സർവീസുള്ള വണ്ടിക്ക് 11,70,000 രൂപ. ഒരു ന്യായമായിട്ട് എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാം. ന്യായമായൊരു വില, ഒരുപാട് എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, ഒറിജിനൽ കേരള വണ്ടി ആയതുകൊണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു വണ്ടി
13 2013 G4 ആണ്. പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ കേരള വണ്ടിയാണ്. 13 G4 ഒറിജിനൽ കേരള വണ്ടി. എങ്ങനെ കൂട്ടിയാലും നമ്പർ ഉണ്ടല്ലേ, 46, 47, 48 നല്ല ഫാൻസി നമ്പറൊക്കെ ഉള്ള വണ്ടിയാണ്. 2,10,000 കിലോമീറ്റർ, 2.10 പ്രോപ്പർ കിലോമീറ്റർ ഉള്ള വണ്ടി. മേജറായിട്ടും മൈനറായിട്ടും ഒന്നും കംപ്ലൈൻറ്റുകളോ ക്ലെയിമുകളൊന്നും പറയാനില്ല. ഓണർഷിപ്പ് മാത്രം ലേശം കൂടുതലുണ്ട്. അതിനോണ്ട് അതിൻ്റെ വിലയും കുറച്ച് നമ്മൾ കൊടുക്കുകയുള്ളൂ. ഓണർഷിപ്പ് കൂടിയോണ്ട് വില ലേശം കുറച്ച് കൊടുക്കാന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒറിജിനൽ കേരള വണ്ടി ഒരു റീവണ്ടിൻ്റെ വിലക്ക് 2013 നമ്മൾ റീവണ്ടി കൊടുക്കുന്ന വിലക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓണർഷിപ്പ് കൂടിയതുകൊണ്ട് കൊടുക്കുകയാണ് 7,25,000 റുപ്യ. 7,25,000 രൂപയ്ക്ക് എന്ത് ചെയ്യുക, 13 റീവണ്ടി നമുക്ക് കൊടുക്കാം. പിന്നെ ഈ പറയുന്ന വണ്ടികളിലൊക്കെ സുഹൃത്തുക്കളെ, ഈ പറയുന്ന വണ്ടികളിലൊക്കെ ശരാശരി ഒരു 1.5 to 2 ലക്ഷം റുപ്യ പിന്നെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, കേരള വണ്ടി ആകുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ വില ലേശം കൂടും. റീവണ്ടിയിലേറെ മാർക്കറ്റ് വിലയിൽ ഒരു 1.5 ലക്ഷം റുപ്യേൻ്റെ മാറ്റം വരുന്നതുകൊണ്ട് ഒരു 2 ലക്ഷം റുപ്യ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടായ ബാക്കിയൊക്കെ ബാങ്ക് ഫിനാൻസും കൊടുക്കും. ഇനി അതുപോലെ തന്നെ അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലടാ മോനെ, പറഞ്ഞില്ലേ. 2013 G4 ആണ്, പിന്നെ ഒറിജിനൽ കേരളയാണ്, ഓണർഷിപ്പ് കൂടുതലുള്ളതുകൊണ്ട് 7,25,000 റുപ്യക്ക് നമ്മൾ ഈ വണ്ടി കൊടുക്കും. അതുപോലെ തന്നെ KL 57 വണ്ടിൻ്റെ നമ്പർ ഒന്ന് കണ്ടാളി. ഇത് നമ്മളെ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ഷെയ്ഖുന കാന്തപുര AP അബൂബക്കർ മുസ്ലിയാരെ പേരിലുള്ള വണ്ടിയാണ്. അദ്ദേഹം പുതിയതിറക്കിയ വണ്ടിയാണ്. 2012 ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഉള്ളത്. പ്രോപ്പർ കിലോമീറ്റർ ഉണ്ട്, 3,50,000 കിലോമീറ്റർ. ടയോട്ട സർവീസുള്ള വണ്ടി. നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം. വണ്ടിമേൽ ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സ് ഞാൻ പറയുകയാണ്, സീറ്റ് കവറും ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി 12 അപേക്ഷിച്ച് ഒന്നും നോക്കാനില്ല, ഒരു സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. 350 ഒരു ക്ലെയിമും ഇല്ല കേട്ടോ. വണ്ടിൻ്റെയൊക്കെ ഹിസ്റ്ററി വരുന്ന ആളുകൾക്ക് എന്താ ചെയ്യുക, ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുക. കിലോമീറ്റർ സർവീസ് ഉണ്ടാവും, ഒരു പേടിയും പേടിക്കേണ്ട. ടയോട്ടയുടെ ഒരു പ്രത്യേകത അതാണല്ലോ, ഇപ്പോൾ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ആയതുകൊണ്ട് നീട്ടിപ്പരുത്തി പറയണില്ല എന്നുള്ളൂ. അഡീഷണൽ ഞാൻ പറഞ്ഞില്ലേ, ബാക്ക് സ്കേർട്ട്, സീറ്റ് കവർ, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങൾ. എന്തായാലും ഉസ്താദിൻ്റെ വണ്ടിയാണ്. വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി. കിലോമീറ്റർ നിങ്ങൾ നോക്കേ വേണ്ട, പ്രോപ്പർ സർവീസ് ഉണ്ട്. 2012 G4 ഒറിജിനൽ കേരള വണ്ടി നമുക്ക് എന്ത് ചെയ്യുക, 7 ലക്ഷം റുപ്യ ഫിക്സഡ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇത് കൊടുക്കാം. ഫിക്സഡ് പ്രൈസ് ആയിട്ട് ഒരു 7 ലക്ഷം റുപ്യ ഇട്ടാണെങ്കിൽ 2012 കേരള വണ്ടി നമുക്ക് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ 2013 തന്നെ രജിസ്ട്രേഷനുള്ള വണ്ടി, KL 13 വണ്ടി 2013 തന്നെയാണ്. ഒറിജിനൽ കേരള വണ്ടി, സിംഗിൾ ഓണർ. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കാണിച്ച വണ്ടികളിലൊക്കെ കൂടുതൽ വണ്ടികളും സിംഗിൾ ഓണർ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർ, ഇത്രയേ ഉള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതും. അതുപോലെ തന്നെ 3,40,000 കിലോമീറ്റർ പ്രോപ്പർ സർവീസുള്ള വണ്ടി. 13 വണ്ടി. മേജർ ആയിട്ടുള്ള റീപ്ലേസ് ഇല്ലെങ്കിലും ഇതിൻ്റെ ബോണറ്റ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസോ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ബോണറ്റ്, ബമ്പർ, ഇങ്ങനെ ചെറിയ അല്ലറ ചില്ലറ 1-2 ചെറിയ റീപ്ലേസുകൾ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരുള്ളൂ. അതായത് മേജറൊന്നും അല്ല. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ ഞാൻ പറഞ്ഞില്ല, ബാക്ക് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 ടയർ, പുത്തൻ 4 ടയറാണ്. ഇൻഷുറൻസ് നിലവിലില്ല. നമുക്ക് എന്ത് ചെയ്യുക, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തും കൊടുക്കാം. പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും എടുത്തു കൊടുക്കുക. 2013 G4. ഞാൻ ഈ പറഞ്ഞ സംഗതി തന്നെ ആളുകൾക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ബോറടിക്കും. അത് നമ്മൾ പിന്നെ നോക്കണ്ട. നമ്മളെന്താ പറയുക, ഇത് പറഞ്ഞത് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. 13 G4 ഒറിജിനൽ കേരള വണ്ടി. 7 ലക്ഷം റുപ്യാണ് റീവണ്ടിൻ്റെ വില. 7,400 റുപ്യ. അത് വേണ്ട, നമുക്ക് എന്ത് ചെയ്യുക, 7,400 റുപ്യക്ക് റീവണ്ടിൻ്റെ വിലക്ക് ഇത് എന്ത് ചെയ്യുക, ഫിക്സഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം. 7,25,000 റുപ്യക്ക് 2013 ഒറിജിനൽ കേരള, 3,50,000 കിലോമീറ്റർ ഓടിയ, 3,40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത വണ്ടി 2012 ഒറിജിനൽ കേരള തേർഡ് ഓണർ വണ്ടി. 2012 V ഓപ്ഷനിൽ വരുന്ന ഒറിജിനൽ കേരള വണ്ടിയാണ്. ഗ്രേ കളർ വണ്ടി. പിന്നെ ഫാൻസി വീൽ, അലൈ വീൽ കമ്പനി അല്ല, ഫാൻസി വീല്, ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റ് ആൻഡ് ക്വാളിറ്റി 2012 അപേക്ഷിച്ച് നല്ല ക്വാളിറ്റി വണ്ടി. പ്രോപ്പർ കിലോമീറ്റർ 2,10,000 കിലോമീറ്റർ. 2.10 പ്രോപ്പർ സർവീസുള്ള വണ്ടി. ഇൻഷുറൻസ് നിലവിൽ ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഇല്ലെങ്കിൽ നമ്മൾ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. എന്തായാലും 8,50,000 റുപ്യ, 8.5 ലക്ഷം റുപ്യാണ് നമ്മളിതിന് എന്ത് ചെയ്യുന്നത്, ആസ്ക് ചെയ്യുന്ന വില. 8,50,000 റുപ്യ 2012 V വണ്ടിയാണ്. ഒരു ന്യായമായ വില നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കും. ഒരുപാട് 1 ലക്ഷം 1.5 ലക്ഷം ഒന്നും ആരും കുറച്ച് ചോദിക്കരുത്. വരുമ്പോൾ എന്താ പറയുക, നമ്മൾ ആളുകളെ പിന്നെ ഓരോ സന്തോഷത്തിനും വേണ്ടിയിട്ട് ചെറിയൊരു പൈസ നമുക്ക് എന്ത് ചെയ്യുക, 8,000 നിന്ന് കുറച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതും ഒറിജിനൽ കേരള KL 54 മലപ്പുറം ജില്ലയിൽ പൊന്നാനി രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ്. നല്ല ഫാൻസി നമ്പർ 5333. 2012 V വണ്ടിയാണ്. നിലവിൽ സെക്കൻഡ് ഓണറാണ്.
നല്ല സൂപ്പർ അടിപൊളി സീറ്റ് കവർ, ലേറ്റസ്റ്റ് സീറ്റ് കവർ ഒന്ന് കാണിച്ചു കൊടുക്കും മോനെ. പുളകം കൊള്ളണ ജാതിയ, അടിച്ചപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉള്ള, മേജറായിട്ടും മൈനറായിട്ടും റീപ്ലേസ് ഒന്നുമില്ല. അതുപോലെ തന്നെ പുത്തൻ ടയർ ഇട്ടിട്ട് 500 കിലോമീറ്റർ തേച്ച് ഓടിയിട്ടില്ല കേട്ടോ. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ്. ഇൻഷുറൻസ് 11 മാസം ഇനിയും കാലാവധിയുണ്ട്. 12 V-വണ്ടി, ഒറിജിനൽ കേരള, സെക്കൻഡ് ഓണർ, നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഇതും അതുപോലെ തന്നെ നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 8.5 ലക്ഷം റുപ്യ. 8.5 ലക്ഷം റുപ്യയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഒരു ന്യായമായ പൈസ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് കൊടുക്കുക. ഇതൊന്നും വരുന്ന ആളുകൾ എന്താ പറയുക, ഈ വണ്ടിയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സർവീസ് പ്രോപ്പറാണ്. വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, ബിസ്മിൻ ചൊല്ലി താക്കോല് വാങ്ങി ഇന്ധനം അടിച്ച് പോകേണ്ട ഒരൊറ്റ സംഗതി ഇതിനകത്തുള്ളൂ. വേറെ ഒരു സംഗതി ഇതിൽ കുറവില്ല. ഇനി വരുന്ന ആളുകൾക്കൊന്ന് പോളിഷിങ്ങും വാഷിങ്ങും ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്തും കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇതാ ഫാൻസി നമ്പർ KL 11 കോഴിക്കോട് രജിസ്ട്രേഷനിലുള്ള 444 നല്ല ഫാൻസി നമ്പറുള്ള 2014 V-വണ്ടി. 14 സിംഗിൾ ഓണർ, 0 ക്ലെയിം. സിംഗിൾ ഓണർഷിപ്പാണ്, 0 ക്ലെയിമാണ്, പ്രോപ്പർ സർവീസാണ്. ഇതുപോലെ തന്നെ 2,2,5 ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. വണ്ടിയുടെ ഭാഗം ഞാൻ പറഞ്ഞില്ല, അമാന ടയോട്ടയിൽ നിന്ന് ഡെലിവറി എടുത്ത വണ്ടിയാണ്. കോഴിക്കോട് നിന്ന് ഒരു ഭാഗം ചിന്തിക്കേണ്ട, വിളിച്ച് ചോദിച്ചാൽ മതി ഇതിൻ്റെ ഹിസ്റ്ററിയും ഡീറ്റെയിലും. ഒരു ക്ലെയിമും കാര്യം ഇതിനകത്ത് പറയാനുണ്ടാവില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫുൾ നീറ്റ് വണ്ടി. ഒന്നും ആലോചിക്കേണ്ട, ഒരു ഭാഗം ചിന്തിക്കേണ്ട. വരുന്ന ആളുകൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഭാഗം ചിന്തിക്കാതെ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുപോകാം. 14 V-വണ്ടി, സിംഗിൾ ഓണറാട്ടോ. ഓണർഷിപ്പ് 2, 3, 4 ആയിട്ടില്ല, സിംഗിൾ ഓണർ വണ്ടി. ഇതിൻ്റെ വില സുഹൃത്തുക്കൾ നമ്മൾ ആവശ്യപ്പെടുന്നത് 11, 11.5 ചോദിച്ചു എല്ലാവരും. അതൊന്നും വേണ്ട, നമുക്ക് എന്ത് ചെയ്യുക, ഒരു 10.5 ലക്ഷം റുപ്യ ഫിക്സഡ് ആയിട്ട് നമുക്കിത് കൊടുക്കാം. 10,50,000 റുപ്യ ഉണ്ടായാൽ 2014 V-വണ്ടി കൊടുക്കുക. പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ ഇതുവരെ കാണിച്ച വണ്ടികളൊക്കെ ഒരു ശരാശരി ഒരു 2 റുപ്യ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടായാൽ എന്ത് ചെയ്യുക, വണ്ടി കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ വണ്ടികളും, എല്ലാ ജാതി വണ്ടികളും, എല്ലാ ജാതി എന്ന് പറഞ്ഞാൽ ടയോട്ടയുടെ വണ്ടികൾ, ക്രിസ്റ്റ ആവട്ടെ, ഇനോവ ആവട്ടെ, ഫോർച്യൂണർ ആവട്ടെ, അൾട്ടീസ് ആവട്ടെ, എല്ലാ വണ്ടികളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം ആളുകൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത്, കമൻറ്റ് ചെയ്ത് നമ്മളെ കൂടെ കൂടുക. ഞാൻ പറഞ്ഞില്ലേ, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ എന്തായാലും എന്ത് ചെയ്യണം, നമ്മളെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത് തരണം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു എപ്പിസോഡ് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.